ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ കട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെയും മുടി ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായി ഇവരുടെ മുടി കട്ട് ചെയ്തിട്ട്. ചെറിയ ആളുടെ മുടിയാണെങ്കിൽ നല്ല വളർന്ന് കണ്ണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കെട്ടി വെച്ച് കൊടുത്താലും എവിടേക്കെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ കെട്ടി വെച്ച് കൊടുത്താലും ആൾ കുറച്ച് കഴിഞ്ഞാൽ റിബണൊറ്റ വലിയ. അപ്പോൾ പിന്നെ വല്ല പോയ കോലവും അവിടെ നിന്നിട്ടുള്ള കോലവും ആകെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും കെട്ടാനൊന്നും സമ്മതിക്കില്ലല്ലോ. എന്നാൽ പിന്നെ മുടി കുറച്ചങ്ങോട്ട് ഫ്രണ്ടിക്കുള്ള മുടി കുറച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മുടി വെട്ടാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. എന്നാലും ഇവിടുത്തെ കസിൻ സിസ്റ്ററാട്ടോ എപ്പോഴും മുടി വെട്ടി തരിക ഇവർക്ക്. പക്ഷേ ആളിപ്പോൾ ബിസി ആയതുകൊണ്ട് തന്നെ ആ പണി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. വെട്ടി അവസാനം എന്താവും എന്നറിയില്ല. വെട്ടി നോക്കാം എന്തായാലും. ഈ ഫ്രണ്ടും ബാക്കൊക്കെ വെട്ടാൻ അത്ര കുഴപ്പമില്ല. ഇതാ ഈ ചെവിയുടെ ഇതിനുള്ള എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഒരു പ്രാവശ്യം അതേപോലെ വെട്ടുമ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടിയേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് അറിയാം അതിൻ്റെ ഉള്ളിൽ പെട്ടു, കത്രികയുടെ ഉള്ളിൽ പെട്ടു എന്ന് തോന്നിയിട്ട് എടുത്തപ്പോൾ തന്നെ ചെറിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം എനിക്ക് ഇങ്ങനെ വെട്ടാൻ നല്ല പേടിയുണ്ട്. എന്തായാലും ഞാൻ ആ ചെവിയുടെ ആ ഭാഗത്ത് എത്തുമ്പോൾ നല്ല സോഫ്റ്റ്, നല്ല സ്ലോ ആയിട്ടാണ് വെട്ടിയത് കേട്ടോ. ഇല്ലെങ്കിൽ എങ്ങാനും മുറിഞ്ഞാലോചിച്ചിട്ട്. അവളാണെങ്കിൽ എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ വെട്ടുമ്പോൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അമ്മ ചെവി മുറിക്കല്ലേ, അമ്മ ചെവി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ഏകദേശം വെട്ടി ഞാൻ ഈ ഒരു കോലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആളുടെ കുഞ്ഞു മുഖമാണ് കേട്ടോ. അതുകൂടെ ഒന്നും കൂടി കുഞ്ഞിയതായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മുടിയുള്ളപ്പോൾ മുടിയിലും ഉണ്ടായിരുന്നു. അടുത്ത ആളുടെ മുടി ഇത് ഇന്നലെ രാത്രി കെട്ടി വെച്ചു കൊടുത്ത മുടിയാണ് കേട്ടോ. അതൊന്ന് അഴിക്കണമെങ്കിലും കെട്ടിക്കൊടുക്കണമെങ്കിലും ഞാൻ തന്നെ വേണം. അല്ലാതെ ആൾ ഒറ്റയ്ക്ക് കെട്ടൊന്നുമില്ല. കെട്ടുട്ടോ, പക്ഷെ രാവിലെ അതേപോലെ അങ്ങനെ നടക്കും, മടിയാണ്. അപ്പോൾ ഇത് അവളും കുറേ ദിവസമായിട്ട് പറയുന്നു മുടി വെട്ടണം. ആദ്യമൊന്നും മുടി വെട്ടണത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് പറയുന്നുണ്ട് ടീയക്കുട്ടിയുടെ മുടി പോലെ ആക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി, എന്നാൽ ഏതായാലും ഒരു അച്ഛനാണെങ്കിൽ മുടി വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. എപ്പോഴും എൻ്റെ അടുത്ത് പറയും, കുട്ടികളുടെ മുടി വളരുമ്പോഴേക്കും അതിലൊന്ന് കൈ വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല പറഞ്ഞിട്ട് ചീത്ത പറയും കേട്ടോ. എനിക്കാണെങ്കിൽ ഇവരുടെ മുടി ഇങ്ങനെ വളരുമ്പോൾ, പക്ഷേ മിന്നൂസിൻ്റെ ഇപ്പോൾ ലെങ്ത്ത് വെച്ചപ്പോൾ എനിക്ക് വെട്ടണമെന്നേ ഇല്ല കേട്ടോ. കാരണം ഇത്രയും ലെങ്ത്തായിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ വെട്ടണം എന്ന് ഒരേ വാശി. എന്നാൽ ശരി അങ്ങോട്ട് വെട്ടാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വെട്ടിയതാണ്. അപ്പോൾ ഇതിങ്ങനെ കത്രിക വഴുക്കി പോവായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, മുടി അവളുടെ അത്യാവശ്യം കട്ടിയുണ്ടായിരുന്നു. ബാക്ക് സൈഡ് ഇങ്ങനെ അവളുടെ മുടി അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ കത്രിക ഇങ്ങനെ വഴുക്കി പോവായിരുന്നു. ഞാൻ പണി പാളിയൊന്ന് ശരിക്കും വിചാരിച്ചു കേട്ടോ. ആകെ പേടിയാവാൻ തുടങ്ങി. ഇനിയിപ്പോൾ ചെറുതും വലുതൊക്കെ ആയിട്ട് വെട്ടിയിട്ട് നല്ല ഒന്നും കൂടി കയറുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ എന്താണെങ്കിലും വേണ്ടില്ല എന്നുള്ള ഇതിലങ്ങോട്ട് വെട്ടിയിട്ടോ. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞ് ഏട്ടൻ്റെ റിയാക്ഷൻ എന്താവും എന്നുള്ള ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ വെട്ടി എന്താണെങ്കിലും. അപ്പോൾ വെട്ടി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി. മിന്നൂസാണെങ്കിൽ ഒതുങ്ങി നിൽക്കണേ ഇല്ല കേട്ടോ. അവളുടെ വിചാരം പെട്ടെന്നുണ്ട് വെട്ടി കഴിയും അങ്ങനെയുള്ളതാട്ടോ. അപ്പോൾ ഒന്ന് ഷേപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുത്താൽ ലാസ്റ്റ് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ടേ. ഇത്രയും മുടി മിന്നൂസിൻ്റെ കണ്ടപ്പോൾ ശരിക്കും സങ്കടമായിട്ടോ. ഒരുപാട് മുടി പോയെന്ത് തോന്നി. അപ്പോൾ നമ്മളത് ലാസ്റ്റൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാണ് കേട്ടോ. അവൾക്ക് ഇത്ര ആയപ്പോൾ തന്നെ കണ്ണാടി പോയി നോക്കാഞ്ഞിട്ട് മതി, കഴിഞ്ഞില്ലേ എന്നുള്ള എക്സ്പ്രഷൻ കണ്ടില്ലേ. കഴിഞ്ഞില്ലേ ചോദിച്ചിട്ട് ഒരേ വാശിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹെയറൊക്കെ വെട്ടി ചുന്ദരി മണികളായിട്ടുണ്ട്.